ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2017 ഒരു ഫ്രഞ്ച് ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ മർഡർ ഇൻ ഓവൻ. ഓവൻ എന്ന് പറയുന്നത് ഫ്രാൻസിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഒരു പ്രദേശത്തുള്ള വലിയൊരു തടാകം. ആ തടാകത്തെ കണ്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും പേടിക്കുന്നു. കാരണം ആ തടാകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മിസ്റ്ററി ഉണ്ട്. അങ്ങനെയുള്ള ആ തടാകത്തിൽ നിന്നും ഒരു സ്ത്രീയുടെ ശരീരം കിട്ടുന്നു. അങ്ങനെ ഹീറോ ഈ കേസ് കയ്യിലെടുക്കാണ്. അതുപോലെ മരിച്ച സ്ത്രീയാണെങ്കിലോ ഹീറോയ്ക്ക് അറിയാവുന്ന ഒരാള്. ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു കൊലപാതകവും നടക്കുന്നുണ്ട്. ഒരാളുടെ ശരീരം കൂടി ആ തടാകത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നു. അപ്പോൾ മൂന്നാമതൊരു കൊല നടക്കാതിരിക്കാൻ വേണ്ടി ഹീറോ ഈ കേസ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അന്വേഷിക്കുകയാണ്. അവസാനം ഈ കേസിൽ എന്തായി, അതാണ് ഈ മൂവിയുടെ വൺ ലൈൻ. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്തങ്ങ് കണ്ടോ. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതുപോലുള്ള മൂവീസ് ഇനി നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇനി സമയം കളയാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആയിട്ട് ഒരു കഥയും പറയുന്നുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ചാൽ, രാത്രിയുടെ ദൈവം തൻ്റെ കണ്ണീര് കൊണ്ട് ഈ നഗരത്തിലുള്ള എല്ലാ ജനങ്ങളെയും കൊന്ന് അവിടെ വലിയൊരു തടാകം ഉണ്ടാക്കി. ദുഷ്ടശക്തികളെ നിറച്ച ഒരു തടാകം ഉണ്ടാക്കി. കാറ്റടിക്കുന്ന രാത്രി സമയങ്ങളിൽ ആ ദുഷ്ടശക്തികൾ തടാകത്തിൽ നിന്ന് വെളിയിലേക്ക് വരും എന്നിപ്പോഴും ആ നഗരത്തിലുള്ളവർ വിശ്വസിക്കുന്നുണ്ട്. ആ തടാകത്തിന്റെ പേരാണ് ലേക്ക് പാവിൽ. ഇന്നാണ് ഡേ 1. ഒരു ഭാര്യ, ഭർത്താവ്, മകള് ഇവര് മൂന്നവരും ഈ ലേക്കിനടുത്തൂടെ നടക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്റെ ഭാര്യയെ കാണാനില്ല. പെട്ടെന്ന് തന്നെ അവിടേക്ക് ലോക്കൽ പോലീസ് എല്ലാം വന്നു. അതേപോലെ തന്നെ ചിലപ്പോൾ തടാകത്തിൽ വീണു എന്ന് പറഞ്ഞിട്ട് ഡൈവർമാരെ എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അതിൽ 2 ഡൈവർമാരെ അവരുടെ ഉപകരണങ്ങളെല്ലാം ഘടിപ്പിച്ചിട്ട് രണ്ടുപേരും വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ വെള്ളത്തിനടിയിലേക്ക് പോയി നോക്കുമ്പോഴാണ് അതിനടിയിൽ ഒരു സ്ത്രീയുടെ ശരീരം അവർ കാണുന്നത്. അപ്പൊ ഈ കാര്യം പറയാൻ വേണ്ടി രണ്ടുപേരും മുകളിലേക്ക് വരുന്നതും അവിടെയാണ് ഒരു ടെസ്റ്റ്. കാണാതെ എന്ന് പറഞ്ഞാൽ ഭാര്യ അയാളുടെ അടുത്ത് നിൽക്കുന്നു. വേറൊന്നല്ല, അവരുടെ കാല് സ്ലിപ്പായിട്ട് താഴെ വീണ് ബോധം പോയി. ഇപ്പോഴാണ് ബോധം വന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ആ സ്ത്രീയുടെ ശരീരം എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആയിട്ട് അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്തത് കാണിക്കുമ്പോൾ ഒരു കപ്പിൾസ് ഒരു തെറപ്പിസ്റ്റിനെ കാണാനായിട്ട് ചെല്ലാണ്. അതിൽ ആ ഭർത്താവാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ ബ്രൂണോ, ഈ സ്ഥലത്തെ പോലീസ് ചീഫ്. ഇപ്പോൾ ഹീറോയുടെ ഭാര്യ ഇവരുടെ കല്യാണ ജീവിതത്തിലെ അത്ര സന്തോഷമല്ല. അതുകൊണ്ടാണ് ഈ തെറപ്പിസ്റ്റിനെ കാണാനായിട്ട് ഇവർ രണ്ടുപേരും വന്നിട്ടുള്ളത്. അങ്ങനെ എന്താണ് പ്രശ്നമെന്ന് ആ ഒരു തെറപ്പിസ്റ്റ് ഇവരോട് ചോദിക്കുമ്പോൾ തന്നെ ഹീറോയുടെ ഫോണിലേക്ക് ഇതേപോലെ കോൾ വരുന്നു. ഇതുപോലെ ആ തടാകത്തിനടുത്ത് ഒരു സ്ത്രീയുടെ ശരീരം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹീറോ പെട്ടെന്ന് അവരോട് പറയും, സോറി, ഒരു എമർജൻസിയാണ്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വെളിയിലേക്ക് പോകുന്നതും ഭാര്യ പറയുന്നതേ ഇത് തന്നെയാണ് എൻ്റെ പ്രശ്നം. അങ്ങനെ അത് കഴിഞ്ഞ് തടാകത്തിനടുത്ത് കാണിക്കുമ്പോൾ ലോക്കൽ പോലീസിൽ നിന്നും ഒരു ലേഡി ഇൻസ്പെക്ടറും അതേപോലെ തന്നെ മറ്റൊരു കോൺസ്റ്റബിളും അവിടേക്ക് വരുന്നുണ്ട്. അതുമല്ല, തടാകത്തിൽ കിടന്ന ലേഡിയുടെ ശരീരം മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ ID കാർഡും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവർ ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതേപോലെ തന്നെ അവരുടെ മുഖത്ത് ചെറിയ മുറിവുകളും മറ്റു കാര്യങ്ങളുണ്ട്. വായിനുള്ളിൽ എന്തോ ഫോഴ്സായിട്ട് തള്ളി വെച്ചതുപോലെ അതും കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും സാധാരണ ഒരു മരണമല്ല, ഇതൊരു കൊലപാതകമാണെന്ന് ആ ലേഡി പോലീസ് പറയും. അപ്പോൾ ഈ ശരീരം കാണുമ്പോൾ തന്നെ ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, അയാൾക്കിത് കാണാൻ കഴിയുന്നില്ല. ഇത്രയും വയലന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇത് ആദ്യമായിട്ടാണെന്ന് പറയുമ്പോൾ ലേഡി ഇൻസ്പെക്ടറും ഇവിടേക്ക് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ദിവസം തന്നെ ഇതുപോലൊരു കേസ് എന്ന് അവരും പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലേഡി ഇൻസ്പെക്ടറും അതേപോലെ തന്നെ ആ ഒരു SIയും ഇവർ രണ്ടുപേരും മോർച്ചറിയിൽ നിൽക്കാണ്. അപ്പൊ അവരുടെ ബോസ് വേറെ ആരുമില്ല, നമ്മുടെ ഹീറോ. അങ്ങനെ 3 പേരും അതിനകത്തേക്ക് കയറിയിട്ട് മെഡിക്കൽ എക്സാമിനർ വന്ന് ബോഡി ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നു. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് ആ ഒരു ഡോക്ടർ പറയും, ബോഡി ഫുള്ളും പരിശോധിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു തുണി എടുത്ത് മാറ്റുമ്പോഴാണ് ഹീറോ നോക്കുമ്പോൾ ഈ ലേഡിയെ ഹീറോയ്ക്ക് അറിയാം. ഹേയ്, ഇത് സ്റ്റെഫനി അല്ലേ എന്ന് പറയുമ്പോൾ ആ SI പറയും, സ്റ്റെഫനിയാണോ ഇത്? എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ ലേഡി ഇൻസ്പെക്ടർ ചോദിക്കും, അല്ല നിങ്ങൾക്ക് നേരത്തെ ഈ ലേഡി അറിയാമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സഹോദരിയുടെ സുഹൃത്താണ്, അത് സ്കൂൾ ഫ്രണ്ട്. അപ്പോഴാണ് ആ ഡോക്ടർ പറയുന്നത്, ഓക്കെ, ഞാൻ പരിശോധിച്ചത് വെച്ചിട്ട് ഇവരുടെ ഉള്ളിൽ ഈ വെള്ളം കയറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ ആ ഒരു തടാകത്തിൽ വെച്ചല്ല മരണപ്പെട്ടത്, അവർ വെളിയിൽ വെച്ചാണ് കൊന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അവരുടെ തലയിൽ നല്ലതുപോലെ അടിച്ചിട്ടുണ്ട്. കൂടാതെ അവരുടെ വായ്ക്കുള്ളിൽ മണ്ണ് തിരികെ കയറ്റിയിട്ടുണ്ട്, അതും ലെങ്സ് വരെ. അങ്ങനെയാണെങ്കിൽ ആ കില്ലർ സിംബോളിക്കായിട്ട് എന്തോ ഒരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ ലേക്കിലെ പുരാണ കഥയുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് ഓർമ്മ വരുന്നത് എന്ന് പറയും. അപ്പോൾ ഡോക്ടർ പറയും, സ്റ്റെഫനിയുടെ വായിലെ ആ ഒരു മണ്ണ് അനലൈസ് ചെയ്താൽ മാത്രമേ ഏത് ലൊക്കാലിറ്റിയിൽ നിന്നാണ് ആ മണ്ണുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ എന്നും പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ, ലേഡി ഇൻസ്പെക്ടർ, SI ഇവർ 3 പേരും കാറിൽ തിരിച്ചു പോവാണ്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ലേഡി ഇൻസ്പെക്ടർ, വേണമെങ്കിൽ അവളെ നമുക്ക് ഹീറോയിൻ എന്ന് വിളിക്കാം, ഹീറോയിൻ ഇപ്പോൾ ചോദിക്കും, അല്ല അതെന്ത് കഥയാന്ന് ചോദിക്കുമ്പോൾ ഒരു കാലത്ത് ഈ നാട്ടിലെ ജനങ്ങൾ ചെയ്ത ആ ഒരു തെറ്റിന് ലേക്ക് പവിൻ എല്ലാവരെയും ശിക്ഷിച്ചു. അതുകൊണ്ടാണ് ഈ നഗരത്തിന്റെ പകുതി ഭാഗവും വെള്ളത്താൽ നിറഞ്ഞത്. അപ്പോൾ SI പറയും, എൻ്റെ അച്ഛനും എന്നോട് ഈ കഥ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ SIയെ പുറത്തേക്ക് വിട്ടിട്ട് ഓക്കെ, അവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, സുഹൃത്ത്, അവളുടെ ഫാമിലി, ഇവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിച്ചിട്ട് വരാൻ പറയും.
അത് കഴിഞ്ഞ് ഹീറോയിനും പോകുന്നത് സ്റ്റെഫനിയുടെ വീട്ടുകാരെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അവളുടെ അച്ഛനും അമ്മയോട് പറയുമ്പോൾ തന്നെ അവർ നല്ലതുപോലെ കരയുന്നുണ്ട്. അകത്തേക്ക് വന്നതിന് ശേഷമാണ് ആ ഒരു അച്ഛനും അമ്മയും പറയുന്നത്, ഇതുപോലെ സ്റ്റെഫനിക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു, കാർലിൻ. 15 വർഷങ്ങൾക്ക് മുന്നേ ഒരു കാർ ആക്സിഡന്റിൽ അവൾ മരണപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ സ്റ്റെഫനിയും അത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവർ ചോദിക്കും, സ്റ്റെഫനിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, എൻ്റെ മകൾക്ക് ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാവത്തില്ല, കാരണം അവൾ അത്രയും നല്ലൊരു പെൺകുട്ടിയാണ് എന്ന് അവളുടെ അച്ഛൻ പറയും. ഓക്കെ, ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആരുമില്ല എന്ന് അമ്മയും പറയുന്നു. അപ്പോൾ സ്റ്റെഫനി ജോലി ചെയ്തത് ഒരു സ്പായിലാണ്. ഈ ബോഡി മസാജും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതുപോലുള്ളൊരു സ്ഥലം. അതും പ്രത്യേകതരം ഈ മണ്ണ് മറ്റു കാര്യങ്ങളെല്ലാം ബോഡി റിലാക്സ് ആവാൻ വേണ്ടി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അവിടുത്തെ MD ആയിട്ട് അവൾ മാറിയിട്ടുണ്ടായിരുന്നു. ഇനി ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ അവൾ ഒറ്റയ്ക്കാണ് ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത്. ഇന്നലെ ഡിന്നർ കഴിക്കാനായിട്ട് വന്നപ്പോഴാണ് അവസാനമായിട്ടും ഞങ്ങൾ അവളെ കണ്ടതെന്നും പറയും. അതുമല്ല, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സമയം നോക്കിയിട്ട് വെളിയിലേക്ക് പോയി. ഞങ്ങൾ ചോദിച്ചപ്പോൾ ജോലിയുടെ തിരക്കാണെന്നാണ് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് സ്റ്റെഫനിയുടെ അച്ഛൻ ഈ റൂമിന്റെ കീ ഉണ്ടല്ലോ അവൾ താമസിക്കുന്ന ആ ഒരു കീ അയാളുടെ കയ്യിലുണ്ടായിരുന്നു, അതെടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിനും നേരെ പോകുന്നത് അവൾ വർക്ക് ചെയ്യുന്ന ആ സ്ഥലമുണ്ടല്ലോ അവിടേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ ഹീറോയിൻ അവനോട് ചോദിക്കും, അല്ല നീ സ്റ്റെഫനിയുടെ ഫാമിലിയും തമ്മിൽ ഒരുപാട് നാളത്തെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ അതെ, ഞാനും എൻ്റെ സഹോദരനും അവരോടൊപ്പം ഒരുപാട് കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാർലിൻ്റെ ആ ഒരു ആക്സിഡന്റ് അതിനെപ്പറ്റി അറിയുമെന്ന് ചോദിക്കുമ്പോൾ അറിയാം, ആ ഒരു ആക്സിഡന്റിലാണ് എൻ്റെ സഹോദരനും ഏകദേശം മരിക്കാനായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയത്. 15 വർഷങ്ങൾക്ക് മുന്നേ ഒരു പാർട്ടി കഴിഞ്ഞ് എൻ്റെ സഹോദരൻ തിരിച്ചു നടന്നു വരുമ്പോൾ പുറകിലൂടെ നിയന്ത്രണമില്ലാതെ വന്ന കാർ അവനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ആ കാർ നേരെ മരത്തിലേക്കും കൊണ്ടിടിച്ചു. കാറിനകത്ത് വെച്ച് തന്നെ കാർലിൻ സ്പോട്ടിൽ മരിച്ചുപോയി. സ്റ്റെഫനിക്ക് അതിലൊന്നും സംഭവിച്ചില്ല. കാർ ഇടിച്ചതിൽ എൻ്റെ സഹോദരന്റെ കാല് ഒടിഞ്ഞു, അവന് നടക്കാൻ കഴിയത്തില്ല. ആ ആക്സിഡന്റിന് കാരണം ആ കാർ ഓടിച്ച പെണ്ണ് നല്ലതുപോലെ മദ്യപിച്ചിരുന്നു, അതുകൊണ്ടാണെന്ന് പറയും. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ സ്പായിൽ ജോലി ചെയ്യുന്ന ലങ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഇവരുടെ അടുത്തൂടെ നടന്നു പോകും. അപ്പോൾ നമ്മുടെ ഹീറോയിനെ അയാളെ അറിയാം. അപ്പോൾ ഹീറോയിൻ പറയും, ഒരു കേസിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കാനായിട്ട് വന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടുത്തെ മാനേജറെ മീറ്റ് ചെയ്തിട്ട് സ്റ്റെഫനിയെ പറ്റി ചോദിക്കുമ്പോൾ അവൾ നല്ലതുപോലെ വർക്ക് ചെയ്യുന്നൊരു ലേഡിയാണ്. അതേപോലെ തന്നെ പതിയാണ് ഓരോ സ്ഥാനക്കയറ്റം അവൾക്ക് കിട്ടിയത്. അതുപോലെ അവൾ ഈ സ്പായിലെ MD ആയിട്ട് പ്രൊമോട്ട് ആയതിനു ശേഷം ഈ ബിസിനസ് നല്ല രീതിയിൽ മാറ്റാൻ വേണ്ടി അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് അയാൾ പറയും. അപ്പോഴാണ് സ്റ്റെഫനിയുടെ ടേബിൾ ഡ്രോയറിലെ ഒരുപാട് പേപ്പറുകൾ മറ്റും ഇരിക്കുന്നത് ഹീറോയിൻ കണ്ടുപിടിക്കും. നിന്റെ മരണം എൻ്റെ കൈ കൊണ്ടായിരിക്കും, നീ ചെയ്തതിന് നിനക്ക് എന്തായാലും അനുഭവിക്കണം എന്നാരും ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹീറോ ആണെങ്കിലോ സ്റ്റെഫനി കാരണം ജോലി പോയ ജോലിക്കാരുണ്ടല്ലോ അവരുടെ ഡീറ്റെയിൽസ് തരാൻ പറയും. എന്താണെന്ന് വെച്ചാൽ സ്റ്റെഫനി അവരുടെ ജോലിക്കാരോട് നല്ല ദേഷ്യപ്പെട്ടാണ് പെരുമാറിയത് എന്നുള്ള കാര്യം മാത്രമേ അവർക്ക് മനസ്സിലായി. അപ്പോൾ ഹീറോ പറയും, പക്ഷെ അവളുടെ ടീനേജ് പ്രായത്തിലെ അവൾ ഒരിക്കലും അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഹീറോയും പറയും, അത് നമുക്ക് പറയാൻ കഴിയത്തില്ലല്ലോ, വളർന്നു വന്നപ്പോൾ അവളുടെ ക്യാരക്ടർ മാറിയിട്ടുണ്ടാവും. അപ്പോഴാണ് ഹീറോ പറയുന്നത്, നേരത്തെ ഒരു ലങ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കണ്ടില്ലേ, 10 വർഷമായിട്ട് ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെഫനിയെ പറ്റി എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ ആ ഡോക്ടറെ ഇവർ പോയി കാണും. അപ്പോൾ ഈ ഡോക്ടർ പറയും, ഇവിടെ നടന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. യങ്ങായിട്ടുള്ള ആളുകളെല്ലാം അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ചോക്ലേറ്റ് മസാജ് എന്നുള്ളൊരു പുതിയ കാര്യം സ്റ്റെഫനി കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ടാണ് ട്രഡീഷണലായിട്ട് മസാജ് ചെയ്തിരുന്ന സീനിയർ ആയിട്ടുള്ള ജോലിക്കാരുണ്ടല്ലോ അവരെല്ലാവരെയും അവൾ പറഞ്ഞു വിട്ടത്. സത്യത്തിൽ സ്റ്റെഫനി ഒരു നല്ല സ്ത്രീ തന്നെയാണ്, പക്ഷെ അവൾ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരും, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, അവൾ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ട ആരെങ്കിലും ഒരാളായിരിക്കാം അവളെ കൊന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, പക്ഷെ ഒരു ജോലിക്ക് വേണ്ടി ഇത്രയും വയലൻസ് ആയിട്ട് പെരുമാറുമെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് പോകുമ്പോഴാണ് ഈ പാരാഗ്ലൈഡിംഗ് ഉണ്ടല്ലോ അതിൽ വരുന്ന ഒരാൾ പറന്ന് ഇവരുടെ കാറിൽ ഇടിക്കാനായിട്ട് വരുന്നു. ഹീറോയിൻ പെട്ടെന്ന് തന്നെ അവിടെ വണ്ടി നിർത്തുന്നത് അയാൾ സേഫായിട്ട് തന്നെ ലാൻഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഹീറോയിൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കും. അപ്പോൾ അയാൾക്ക് കാല് വയ്യ, ഫിസിക്കലി ചലഞ്ച് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോഴാണ് ഹീറോ അടുത്തേക്ക് വന്നിട്ട്, അല്ല നോക്കി കണ്ട് പോകത്തില്ലടാ എന്ന് കാര്യമായിട്ട് ചോദിക്കുമ്പോൾ ഇത് വേറെ ആരുമല്ല, ഹീറോയുടെ സഹോദരനാണ്, അവന്റെ പേര് എറ്റിയാൻ. അങ്ങനെ ഹീറോയിനെ അവന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഹീറോയുടെ ഭാര്യ ഉണ്ടല്ലോ അവനെ വിളിക്കുന്നു. ഇപ്പോൾ ഫോൺ എടുക്കുമ്പോൾ, അല്ല നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നതും ഒരു മർഡർ കേസ് ഉണ്ട്, അത് അന്വേഷിക്കാനാണ്. അല്ല മരിച്ചുപോയത് സ്റ്റെഫനിയാണെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവള് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. ഇതുപോലെ ഇവൻ ഈ ജോലിയിൽ ബിസി ആയതുകൊണ്ടാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം നല്ലതുപോലെ പോകാത്തത്. അങ്ങനെ സ്റ്റെഫനി മരിച്ച കാര്യം അവന്റെ സഹോദരനോട് പറയുമ്പോൾ അത് കേൾക്കുന്ന അവൻ നല്ലതുപോലെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം ഒരു കാലത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് നടന്നവരാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ ഭാര്യ ബാഗും കാര്യങ്ങളെല്ലാം കാറിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. വേറൊന്നുമല്ല, ഇവനോടൊപ്പം ഇനി ജീവിക്കാനായിട്ട് അവളെ കൊണ്ട് കഴിയത്തില്ല എന്ന് അവൾ തീരുമാനിച്ചു. അപ്പോൾ ഹീറോ അവളെ തടഞ്ഞു നിർത്താൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അവൾ അതൊന്നും കേൾക്കാതെ കാർ എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹീറോയിനെ SI സ്റ്റേഷനിലിരിക്കുമ്പോൾ ഇവര് സ്റ്റെഫനിയുടെ കോൾ റെക്കോർഡ് മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയിട്ടും
ഒരു തെളിവും ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ആ ഒരു തടാകത്തിനടുത്ത് പരിശോധിച്ചപ്പോഴും പ്രത്യേകിച്ച് ക്ലൂ കിട്ടിയില്ല. എവിടെ വെച്ചാണ് അവളെ കൊന്നത് എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും അവൾ ജോലിയിൽ നിന്ന് പുറത്തേക്ക് ആരെങ്കിലും ഒരാളായിരിക്കണം അവൾക്ക് ആ ഒരു ലെറ്റർ അയച്ചിട്ടുള്ളത്. അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് ആ ഒരു സ്പായിന്റെ ഇൻചാർജ് ഉണ്ടല്ലോ അയാളോട് ചോദിച്ച് അവിടെയുള്ള ജോലിക്കാരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇവർ വാങ്ങിയെടുക്കും. അതേപോലെ തന്നെ എല്ലാവരും സൈൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം എടുക്കുമ്പോഴത്തേക്കും അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഈ ലെറ്റർ എഴുതിയിട്ടുള്ളത് ആരാണ് എന്നവൾ നോക്കാണ്. പക്ഷെ അതിനു മുന്നേ ഹീറോയിൻ ഇപ്പോൾ എസ് ഐ വിളിച്ചിട്ട് അത് നമുക്ക് പിന്നെ നോക്കാം, അതിനു മുന്നേ നമുക്കൊരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകും. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് നടത്തുന്നതേ എസ് ഐയുടെ സഹോദരിയാണ്. അങ്ങനെ അവരെ പരിചയപ്പെടുത്തി നിൽക്കുമ്പോഴാണ് ആ റെസ്റ്റോറൻറ്റിനകത്തേക്ക് വേറൊരു ലേഡി കയറി വരുന്നു. ഇത് കണ്ട എസ് ഐ അവരെ വിളിച്ച് തനിയെ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ എസ് ഐയുടെ സഹോദരിയോട് അല്ല അതാരാ പെണ്ണെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ആരുമല്ല 15 വർഷങ്ങൾക്ക് മുന്നേ സ്റ്റെഫനി കാറിൽ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചല്ലോ, അന്ന് കുടിച്ചിട്ട് കാർ ഓടിച്ച ആ ഒരു പെണ്ണാണിത്. അവളുടെ പേര് ജെനിഫർ. അന്ന് കുടിച്ചിട്ട് വണ്ടി ഓടിച്ച ആ ഒരു അപകടം സംഭവിച്ചത് കൊണ്ട് തന്നെ 7 വർഷമാണ് അവരെ പിടിച്ച് ജയിലിലിട്ടത്. പിന്നീട് എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. ഇപ്പം ഈ അടുത്താണ് ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. പിന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ഒരിക്കലും അത് മറക്കത്തില്ല, കാരണം എല്ലാവർക്കും അവളോട് വെറുപ്പാണ്. പക്ഷെ ഇവിടെയുള്ളവർ വെറുത്താലും എസ് ഐ ഒരിക്കലും അവളെ വെറുക്കാൻ പോകുന്നില്ല, കാരണം അവൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോ സ്റ്റെഫനിയുടെ അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അവിടെ പോകുന്നു, അത് ഒറ്റയ്ക്ക്. അങ്ങനെ അവിടെയുള്ള മേശയിൽ ഒരു പഴയ ഫോട്ടോ ഉണ്ട്. ഹീറോ, കാർലിൻ, സ്റ്റെഫനി ഇവർ മൂന്നിൽ നിൽക്കുന്ന ഫോട്ടോ ആണിത്. മറ്റൊരു മേശയിലാണെങ്കിലോ ഒരു ഫാമിലി ഫോട്ടോ, അതിലൊരു ലേഡി അവരുടെ 3 മക്കളും. പക്ഷെ ആ ഫോട്ടോ ആരോ കീറിയിട്ട് വീണ്ടും ഒട്ടിച്ചു വെച്ചതുപോലെയാണ് ഇരിക്കുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ വീട്ടിലിരുന്നിട്ട് ആ ഒരു സ്പായിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് എല്ലാം എടുത്തു വെച്ച് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടല്ലോ അത് ഈ ലെറ്ററുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാണ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരിശോധിക്കുന്നു. ഇപ്പം അത് കഴിഞ്ഞ് ഡേ 2. ഹീറോയിൻ ഇപ്പോൾ രാവിലെ തന്നെ ഓടാനായിട്ട് പോവാണ്. അങ്ങനെ ഓടി ഓടി അവസാനം നല്ലതുപോലെ ക്ഷീണിച്ചിട്ട് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ പോകുന്നത് ജെനിഫറിന്റെ കടയിലേക്കാണ്. കാരണം അവളൊരു ഷോപ്പ് എടുത്ത് നടത്തുകയാണ്. എന്നിട്ട് ഈ ഒരു ബ്രീത്തിങ് പ്രശ്നം ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നും വാങ്ങി ജെനിഫറിനോട് സംസാരിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഹീറോയിനാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ ഹീറോയിൻ ചോദിക്കും ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷം സ്റ്റെഫനി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കണ്ടിട്ടില്ല, കണ്ടാലും അവൾ എന്നോട് സംസാരിക്കാൻ പോകുന്നില്ല. കൂടാതെ അവൾ ജയിലിൽ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ അവളോട് വെറുപ്പ് കാണിക്കുന്നത് അവൾക്ക് നല്ല വിഷമമുണ്ട്. അവളുടെ സംസാരത്തിലൂടെ തന്നെ അത് മനസ്സിലാവും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ എസ് ഐയുടെ സഹോദരി പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് ഞാൻ അവളെ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോട്ടെ എന്നുള്ള അനുവാദം ചോദിക്കുമ്പോൾ ഹീറോയിൻ അതേന്ന് പറയും. അങ്ങനെ ഹീറോ അവിടേക്ക് വന്നിട്ട് ഇപ്പോൾ ഹീറോയിനോട് ചോദിക്കും സ്റ്റെഫനിയുടെ കേസിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതെ ആ ഒരു ലെറ്ററില്ലേ അതിലെ കൈ അക്ഷരം മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരാളുമായിട്ട് മാച്ച് ആയിട്ടുണ്ട്. ആ ജോലിക്കാരിയുടെ പേര് മിസ്സസ് ക്രീനിയസ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴാണ് ഹീറോ നോക്കുമ്പോൾ ഇവരുടെ ഫോട്ടോയാണ്. ഇന്നലെ രാത്രി ഹീറോ സ്റ്റെഫനിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും കീറിയ അവസ്ഥയിൽ കണ്ടല്ലോ ഒരു ഫാമിലി ഫോട്ടോ. അത് ഒരുപക്ഷെ അവരുടെ ഫാമിലിയുടെ അവസ്ഥ ആലോചിച്ച് അവരവരുടെ ഫോട്ടോ സ്റ്റെഫനിക്ക് അയച്ചു കൊടുത്തേക്കാം. അത് ഇഷ്ടപ്പെടാതെ സ്റ്റെഫനി അത് വലിച്ചു കീറിയതായിരിക്കും. അതിനുശേഷം വീണ്ടും മനസ്സ് മാറി അത് ഒട്ടിച്ചു വെച്ചതായിരിക്കാം എന്ന് ഇവർക്കറിയാവുന്ന രീതിയിൽ ഇവർ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ആ ലേഡിയെ ഇവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അവർക്ക് ഏകദേശം ഒരു 53 വയസ്സുണ്ട്. 30 വർഷമായിട്ട് അവർ ആ സ്പായിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ മെത്തേഡ് സ്റ്റെഫനി കൊണ്ടുവന്നതുകൊണ്ട് തന്നെ പഴയ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഈ ലേഡിയെ അവർ പുറത്താക്കുമായിരുന്നു. ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെ എൻ്റെ കുടുംബം നോക്കും? എനിക്ക് 3 കുട്ടികളുണ്ട്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫാമിലി ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തത്. പക്ഷേ അപ്പോഴും അവരുടെ മനസ്സ് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് അവരെ ഭീഷണിപ്പെടുത്തി ആ ഒരു ലെറ്റർ അയച്ചത് എന്ന് നടന്ന സത്യങ്ങളെല്ലാം ക്രീനിയസ ഇവരോട് പറയാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, സാർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും സ്റ്റെഫനിയെ കൊന്നത് ഞാനല്ല. അന്ന് രാത്രി ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കയ്യിൽ തെളിവില്ല. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ ഹീറോയോട് പറയും അവർക്ക് എന്തായാലും കൊല്ലണമെന്നുള്ള ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു. പക്ഷെ അവരെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഹീറോയ്ക്ക് ഇപ്പോഴും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കൊല നടന്ന അന്നത്തെ രാത്രി അവരുടെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ ഉണ്ടല്ലോ അത് ട്രേസ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ നിൽക്കുമ്പോഴാണ് സ്റ്റെഫനിയുടെ വായിൽ കുറച്ച് മണ്ണുണ്ടായിരുന്നല്ലോ അതിന്റെ ടെസ്റ്റ് റിസൾട്ട് ഇപ്പോഴാണ് വരുന്നത്. അതാ ലേക്കില്ലേ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള മണ്ണാണ്. അതുപോലെ ആ സ്പോട്ടിന്റെ പേര് ഡെവിൽ ചെയർ എന്നാണ്. അവിടെയുള്ള ഒരു കല്ലിന് മുകളിൽ കയറി നിന്നിട്ടാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഇല്ലാതാവുന്നത് ആ ഡെവിൽ കണ്ടതായിട്ട് കഥകളിലുള്ളത്. അങ്ങനെ ഈ കാര്യം ഹീറോയിനോട് പറയുമ്പോൾ ഹീറോയിൻ പറയും അങ്ങനെയാണെങ്കിൽ കുട്ടിക്കാലം മുതൽ തന്നെ ഈ കഥകളെല്ലാം കേട്ട ആരോ ഒരാളായിരിക്കണം അവിടെ വെച്ച് ആ ലേഡിയെ കൊന്നിട്ടുള്ളത്. അപ്പോൾ ഹീറോ പറയും ഒരുപക്ഷെ സ്റ്റെഫൻ ചെയ്ത ആ ഒരു തെറ്റ് കാരണം മിസ്സസ് ക്രീനീസ വേണമെങ്കിലും സ്റ്റെഫനിയെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ആ ഒരു ലേക്കിന്റെ ഇവർ കണ്ടുപിടിച്ച ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ അവിടേക്ക് നടന്നു പോകും. അങ്ങനെ പോകുമ്പോഴാണ് ഹീറോ പറയുന്നത് ഓക്കെ ഞാൻ എൻ്റെ ഭാര്യ എന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ്
അവ ഫോണും കൊണ്ട് മാറിപ്പോകുന്നതും ഹീറോയിൻ ഇപ്പോൾ മുന്നിലേക്ക് നടന്നു പോവാണ്. അങ്ങനെ മുന്നിലേക്ക് പോകുമ്പോഴാണ് ഓടിയിട്ട ഒരുത്തൻ കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്നത് ഹീറോയിൻ കാണുന്നത്. ഇത് കണ്ട ഹീറോയിൻ അവന്റെ പിറകെ തന്നെ ഓടും. കുറേ ദൂരം ഓടിയിട്ട് ഒരു കാര്യമില്ല, അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അതുമല്ല ഹീറോയിൻ ആണെങ്കിലോ നല്ലതുപോലെ ശ്വാസം മുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിൽക്കും. അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. ഇപ്പോൾ ഡെവിൾസ് ചെയർ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ മറ്റൊരാളുടെ ശരീരം കിടക്കുന്നത് കണ്ടിട്ട് ഹീറോയിൻ പെട്ടെന്ന് തന്നെ ഹീറോയെ വിളിക്കുന്നു. അങ്ങനെ ഇതറിഞ്ഞിട്ട് അവർ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം അറിഞ്ഞ് പോലീസുകാരെല്ലാം അവിടേക്ക് വരും. ഇപ്പോൾ 2 ദിവസങ്ങളിൽ ഒരേ സ്ഥലത്ത് കൊലപാതകം നടന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത് മരിച്ച അയാളുടെ വാലറ്റ് എടുത്ത് നോക്കുമ്പോൾ അയാളുടെ പേര് മുള്ളർ എന്നാണ്. ഇപ്പോൾ 50 വയസ്സുണ്ട്. ഇയാളും ഈ നാട്ടിലുള്ള ഒരാൾ തന്നെയാണ്. ഹൈസ്കൂളിലൊരു ഹിസ്റ്ററി ടീച്ചറാണ്. ഇപ്പോൾ മിസ്സസ് ക്രീമീസ് ഉണ്ടല്ലോ, അവർ ഈ സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കൊലപാതകം നടത്താനായിട്ട് കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ട ആ ഒരു സ്ട്രേഞ്ചർ ഉണ്ടല്ലോ, അവനാണ് കൊല ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കും. നേരത്തെ സ്റ്റെഫനിയെ കൊന്ന തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞല്ലോ, അതുപോലെ ചെയ്യാനാണ് ഇവൻ പ്ലാൻ ചെയ്തത്. പക്ഷേ പോലീസ് വന്നതുകൊണ്ട് അവനത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മുള്ളറിന്റെ കണ്ണിലെ ചുറ്റുമായിട്ടും ഒരു ബ്ലാക്ക് മാർക്ക് കാണുന്നുണ്ട്. പക്ഷെ ഇതേ മാർക്ക് സ്റ്റെഫനിയുടെ കണ്ണിലില്ലായിരുന്നല്ലോ എന്ന് ഹീറോയും പറയും. അപ്പോൾ ഹീറോ പറയും, ഒരുപക്ഷെ വെള്ളത്തിലരിഞ്ഞ് അത് മാഞ്ഞു പോയി കാണും. നമുക്ക് മെഡിക്കൽ എക്സാമിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും നേരെ ഒരു ലൈബ്രറിയിലേക്ക് പോവാണ്. എന്നിട്ട് ഇവിടുത്തെ പുരാണങ്ങളിലുള്ള ആ കഥയുണ്ടല്ലോ, അതിനെ പറ്റിയുള്ള ബുക്ക് ഇവർ വാങ്ങിച്ചിട്ട് ഇപ്പോൾ അവർ വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് 1956 എങ്ങാണ്ടാണ് ആ ബുക്ക് എഴുതിയിട്ടുള്ളത്. കാലാകാലങ്ങളായിട്ട് അതൊരു കെട്ടുകഥയായിട്ട് പറയുന്നുണ്ടെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ അത് നല്ലതുപോലെ വിശ്വസിക്കുന്നുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ തടാകത്തിന് മുകളിലായിട്ട് മറ്റൊരു അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു. അത് പൊട്ടിത്തെറിച്ച് അതിൽ നിന്നുള്ള കല്ലുകളെല്ലാം ഈ തടാകത്തിലേക്ക് വീണ് വലിയൊരു സുനാമി പോലെ വന്ന് ആ നഗരത്തെ മുഴുവനായിട്ട് നശിപ്പിക്കുമായിരുന്നു. അത് ജനങ്ങളെല്ലാം ചെയ്ത തെറ്റിന് അവർക്ക് കൊടുത്ത ശിക്ഷയാണെന്നാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത്. അതുപോലെ ലേക്ക് പവിൻ എന്നുള്ള ആ ഒരു പേര് വന്ന് തന്നെ ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അതിനർത്ഥം ഭയങ്കരമെന്നാണ് എന്നുള്ള കാര്യം ആ ലൈബ്രറിയിലുണ്ടല്ലോ അയാൾ ഇവരോട് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോയും പറയും, സ്റ്റെഫനി സീനിയറായിട്ടുള്ള ജോലിക്കാരെ എല്ലാവരെയും ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടത് ഒരു പാവമാണ്. അതുപോലെ തന്നെ മുള്ളറും അവൻ്റെ ജോലിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് ബ്രീത്തിങ് ഇഷ്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പായിലുള്ള ഈ ഡോക്ടർ ഉണ്ടല്ലോ അയാളെ പോയി കാണും. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം ഈ ഡോക്ടറിനും അറിയാം. അപ്പോൾ ഹീറോയും പറയും, അവൾ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്ത് എയർ പൊല്യൂഷൻ കുറച്ച് അധികമായിരുന്നു, അതുകൊണ്ടാണ് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് ഇവിടേക്ക് വന്നതെന്ന് പറയുമ്പോൾ ആ ഡോക്ടർ പറയും, അങ്ങനെയാണെങ്കിൽ ഓഫീസിലിരുന്ന് എന്തെങ്കിലും വർക്ക് ചെയ്താൽ പോരെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് തിരിച്ചു വരും. ഇപ്പോൾ SI കാണുമ്പോൾ, നിങ്ങളുടെ സഹോദരിക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയും. അതുപോലെ ഈ സ്ഥലത്തുള്ള സൈക്കാട്രിക് ഹോസ്പിറ്റലിൻ്റെ ഒരു ലിസ്റ്റ് ഹീറോയിൻ ചോദിച്ചിരുന്നു. അതിപ്പോൾ SI കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ ഹീറോയിൻ പറയും, നടന്ന 2 കൊലകളും ഒരു ആചാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കൾട്ട് ഗ്രൂപ്പുകളുണ്ടല്ലോ അവരെ പറ്റി അന്വേഷിക്കാനും SIയോട് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയുടെ ടേബിളിൽ കാണിക്കുമ്പോൾ മുള്ളറിന്റെ ഭാര്യ അവന്റെ മുന്നിലിരിക്കുന്നു. ഇനി അടുത്തൊരു കൊലപാതകം നടക്കാതെ നിങ്ങൾക്ക് നോക്കിക്കൂടെ എന്ന് അവൾ പറഞ്ഞ് കരയുന്നുണ്ട്. അതുമല്ല ഈ ഭാര്യ മുള്ളറിന്റെ സ്റ്റുഡൻ്റ് ആണ്. അതും ഇവർ തമ്മിൽ 20 വയസ്സ് ഡിഫറൻ്റ് ഉണ്ട്. ഓക്കെ, മുള്ളറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, എപ്പോഴും നല്ല ഹാപ്പി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിലും എല്ലാ സ്റ്റുഡൻസിനും ഇഷ്ടപ്പെട്ടൊരു ടീച്ചറും. അപ്പോൾ ഹീറോ ചോദിക്കും, ഓക്കെ ആദ്യം മരിച്ച സ്റ്റെഫനി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അറിയത്തില്ല എന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞതെല്ലാം വെച്ചിട്ട് ഹീറോ ഇപ്പോൾ ഹീറോയിനോട് പറയും, മുള്ളറിൻ്റെ ഭാര്യയ്ക്ക് പോലും മുള്ളറിൻ്റെ ലൈഫിൽ ആ ഒരു സീക്രട്ട് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴാണ് ആ SI, സാർ മുള്ളറിനെ പറ്റിയുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട്. മരിക്കുന്നതിന് 2 ആഴ്ചയ്ക്ക് മുന്നേ അയാളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കാരണം വേറെ ഒന്നുമല്ല, അവിടെ പഠിക്കുന്ന പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ കാര്യം തൻ്റെ ഭാര്യയോട് അയാൾ മറയ്ക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ചെറിയ പെൺകുട്ടികളാണ് അയാളുടെ വീക്ക്നെസ്. ഈ പാവം ചെയ്തതുകൊണ്ടാണ് ആ കൊലയാളി എന്നുള്ള നിഗമനത്തിൽ ഇവരെത്തും. അപ്പോൾ ഹീറോയും പറയുന്നുണ്ട്, ഒരുപക്ഷെ മുള്ളറിനും സ്റ്റെഫനിക്ക് എന്തെങ്കിലും അഫെയർ ഉണ്ടാവും. ഒരിക്കലും അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്ന് ഹീറോ പറയും. പക്ഷെ ഇവരെ രണ്ടുപേരെയും പർട്ടിക്കുലറായിട്ട് കില്ലർ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് ഇതുവരെ ഇവർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സ്റ്റേഷനിലേക്ക് ഹീറോയുടെ സഹോദരൻ വരുന്നുണ്ട്. വെളിയിൽ വരുമ്പോഴാണ് ഹീറോയിൻ്റെ ബൈക്ക് കണ്ടിട്ട്, എനിക്ക് ബൈക്കിൽ പോകാനായിട്ട് കുറച്ച് ആഗ്രഹമുണ്ട്, ഒരു റൗണ്ട് എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകും. ഇപ്പോൾ ആക്സിഡന്റിന് ശേഷം നടക്കാൻ കഴിയാത്ത അവന് ഈ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് അത്രയും സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തമ്മിലൊരു ചെറിയ ബോണ്ടിങ് ക്രിയേറ്റ് ആവുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അവൻ്റെ മാരേജ് ലൈഫ് ഇപ്പോൾ അവസാനിക്കാൻ പോവാണ്. കാരണം അവൻ്റെ ഭാര്യ അവനോട് ഡിവോഴ്സ് ചോദിക്കുന്നു. അപ്പോൾ ആ മെസ്സേജ് കാണുന്നതും ഹീറോ ഇപ്പോൾ തിരിച്ച് അവൾക്ക് മെസ്സേജ് അയക്കാണ്, പഴയ വിഷയങ്ങൾ ഒരിക്കലും കൊണ്ടുവരരുത്, ഞാൻ നിന്നെ ഒരിക്കലും ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഹീറോ എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3ാമത്തെ ദിവസം നമ്മുടെ ഹീറോയിൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ജെനിഫർ ഉണ്ടല്ലോ അവളുടെ ഷോപ്പിലേക്ക് പോവാണ്.
പോകുമ്പോഴാണ് അവളുടെ ഷോപ്പിന്റെ വെളിയിൽ അടുത്തത് നീയാണ് എന്നാരും എഴുതി വെച്ചേക്കുന്നു. ഇപ്പൊ ആ കാര്യം അവൾ മാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് ഹേയ് ജെനിഫർ ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് നാട്ടിലെ ജനങ്ങൾക്കാർക്കും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് മൂന്നാമത്തെ വിക്ടിം ഞാനാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ചെയ്തതായിരിക്കാം. അപ്പോൾ ഹീറോയിൻ പറയും നീ ചെയ്തതിനുള്ള ശിക്ഷ എന്തായാലും നിനക്ക് കിട്ടി. ജീവിതകാലം മുഴുവൻ അത് അനുഭവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഒരു കേസ് കൊടുക്കാൻ പറയും. അപ്പോൾ ജെനിഫർ ആലോചിക്കും അന്ന് കാർ ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് അവൾക്ക് വലിയ ഓർമ്മയില്ല. അവൾ ആ ഒരു പാർട്ടിക്ക് പോയി അത് കഴിഞ്ഞിട്ട് തിരിച്ച് കാറിൽ വരുമ്പോഴത്തേക്കും ഈ ആക്സിഡന്റ് സംഭവിച്ചു. പിന്നെ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അടുത്ത് സ്റ്റെഫനി ബോധമില്ലാതെ കിടക്കുന്നു. പുറകിലാണെങ്കിലോ കാർലിൻ ഒരനക്കമില്ലാതെ കിടക്കുന്നതാണ് അവൾ കാണുന്നത്. പക്ഷെ കാർ എങ്ങനെയാണ് ആക്സിഡന്റ് ആയത് എന്നുള്ള കാര്യം അവളുടെ മെമ്മറിയിൽ നിന്ന് പോയി. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവൾക്ക് കാർ ആക്സിഡന്റ് സംഭവിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ അത് ഓർമ്മയിൽ വന്നുപോയെന്നും അവൾ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ SI അവിടേക്ക് വന്നിട്ട് ഈ കാര്യം കാണുന്നതും നിന്നോട് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ജെനിഫർ പറയും ഈ നാട്ടിൽ ആർക്കും എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നതും നമ്മുടെ SI ഒരിക്കലും അങ്ങനെ പറയരുത്, നിന്നെ എനിക്കും എൻ്റെ സഹോദരിക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവരെവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും സ്റ്റെഫനി മരിക്കുന്നതിന് മുന്നേ മുള്ളറിനെ 2 തവണ വിളിച്ചിരുന്നു എന്നുള്ളൊരു പുതിയ കാര്യം ഇവർ കണ്ടുപിടിക്കുന്നു. അതും പേഴ്സണൽ ഫോണിൽ നിന്നല്ല വിളിച്ചിട്ടുള്ളത്, അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെ ഫോണിൽ നിന്നും. പിന്നെ അത് പഴയ മോഡൽ ഫോൺ ആയതുകൊണ്ടാണ് പോലീസിന് പെട്ടെന്ന് ആ കാര്യം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മരിച്ച 2 പേർക്കും ഏതോ ഒരു രീതിയിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഇവരിപ്പോൾ മനസ്സിലാകും. അപ്പോൾ ഹീറോ പറയും അങ്ങനെയാണെങ്കിൽ ഇവർക്ക് 2 പേർക്കും അഫെയർ ഉണ്ടാവാം. അത് കണ്ടുപിടിച്ച മുള്ളറിന്റെ ഭാര്യയായിരിക്കാം ഇവരെ 2 പേരെ കൊല്ലാനായിട്ട് തീരുമാനിച്ചത്. അതുകൊണ്ട് അവർ വിളിച്ചുകൊണ്ട് വരാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു മെഡിക്കൽ എക്സാമിനർ ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മുള്ളറിന്റെ കണ്ണിന് ചുറ്റുമായിട്ട് ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്റ്റെഫനിയുടെ കണ്ണിലും ഇതുപോലൊരു മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളത്തിലായതുകൊണ്ട് തന്നെ അത് മാഞ്ഞു പോയതാണ്. ഇപ്പോൾ കില്ലർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത് എന്നാലോചിക്കുമ്പോഴാണ് കൊലയാളി ഇവരുടെ കണ്ണ് കെട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. അതൊരു ബ്ലൈൻഡ് സ്പോട്ടാണെന്ന് പറയുന്നതും ഈ വാക്ക് കേൾക്കുമ്പോൾ ഹീറോയിൻ അത് നീതിദേവതയിലെ അവരുടെ കണ്ണാണ് അതുപോലെ കെട്ടിവെക്കുന്നത് എന്നുള്ള കാര്യം ഹീറോയിൻ പറയും. എന്താണെന്ന് വെച്ചാൽ ഒരു ജസ്റ്റിസിലെ ഒരിക്കലും പാർഷ്യാലിറ്റി കാണിക്കരുത് എന്നുള്ളതാണ് നീതിദേവതയുടെ ആ ഒരു സിമ്പല്. അപ്പോൾ കില്ലറും അത് തന്നെയാണ് മീൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുരാണ കഥ അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കഥ മാത്രമാണ്. അങ്ങനെ എന്ത് തെറ്റാണ് ഇവിടെ സംഭവിച്ചത്? ഇനിയിപ്പോൾ മുള്ളറും സ്റ്റെഫനിയും അവർ സ്നേഹിക്കുന്നവരാണോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുള്ളറിന്റെ ഭാര്യ ആയിരിക്കണം ഇവരെ കൊല്ലേണ്ടത്. പക്ഷേ ഒരു ബ്ലൈൻഡ് സ്പോട്ട് അത് മാത്രമാണ് ഇതിലെ ഒത്തുചേർന്ന് പോകാത്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ പോകുന്നത് സ്റ്റെഫനിയുടെ മാതാപിതാക്കളെ കാണാൻ വേണ്ടിയിട്ടാണ്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും സ്റ്റെഫനിക്ക് കാമുകൻ അങ്ങനെ ആരും ഇല്ലായിരുന്നു. പിന്നെ ഒരു കാലത്ത് മുള്ളർ സ്റ്റെഫനിയുടെ ടീച്ചറായിരുന്നു. അവളുടെ സഹോദരി മരിച്ചപ്പോൾ സ്റ്റെഫനിക്ക് ഒരു ആശ്വാസമായിട്ട് ഉണ്ടായിരുന്നത് അവളുടെ ടീച്ചർ മാത്രമാണ്. ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയത്തില്ല എന്ന് പറയും. അപ്പോൾ ഹീറോയിൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. അല്ല സ്റ്റെഫനിയുടെ കയ്യിൽ ഡോളർ വെച്ച് എന്തെങ്കിലും ചെയിൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മുള്ളറിന്റെ ഭാര്യയ്ക്ക് അയാൾ ഡോളർ വെച്ചൊരു ചെയിൻ ഗിഫ്റ്റായിട്ട് കൊടുത്തെന്നുള്ള കാര്യം അവന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കാര്യം അവരോട് ചോദിച്ചത്. അപ്പോഴാണ് അവളുടെ പാരൻസ് പറയുന്നത് അതെ അവളുടെ കയ്യിൽ അതുപോലെ ഒരു ചെയിൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും ഇവിടെ കൺഫേമായി മുള്ളറും സ്റ്റെഫനിയും തമ്മിൽ റിലേഷനിലായിരുന്നു എന്ന്. ഇപ്പൊ അത് കഴിഞ്ഞ് ആ പാരൻസ് ഹീറോയിന്റെ കയ്യിൽ ഒരു ബോക്സ് നിറയെ കാസറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇത് കാർലിൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവൾ എടുത്തിരുന്ന വീഡിയോ ഫൂട്ടേജുകളാണ്. അതുപോലെ ഈ വീഡിയോയിൽ സ്റ്റെഫനി ഉള്ളത് കൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കേസിന് എന്തെങ്കിലും സഹായമാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് അതിലൊന്നില് കാർലിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവളുടെ 21ാമത്തെ ബർത്ത്ഡേ ആണിത്. അതുപോലെ ആ രാത്രിയാണ് കാർലിൻ മരണപ്പെട്ടതും. അങ്ങനെ ആ കാസറ്റ് എടുത്ത് ഹീറോയിൻ നേരെ സ്റ്റേഷനിലേക്ക് വരും. എന്നിട്ട് ഇവള് കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ആ ഒരു SIയോടും പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ആ ഒരു കാസറ്റ് പ്ലേ ചെയ്യുമ്പോഴാണ് അതിലെ ഹീറോ, അവന്റെ സഹോദരൻ സ്റ്റെഫനി, കാർലിൻ ഇവരെല്ലാവരും മദ്യപിച്ച് നല്ലതുപോലെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോഴാണ് കാർലിൻ ഹീറോയുടെ മടിയിലിരുന്ന് അവനെ കിസ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ആ സമയത്ത് സ്നേഹത്തിലായിരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു കാസറ്റ് പൗസായി പോകുന്നു. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ല. ആ സമയത്താണ് ഹീറോയുടെ സഹോദരൻ ഹീറോയിനെ മെസ്സേജ് അയക്കുന്നത് ഇതുപോലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഹീറോയിൻ അവിടേക്ക് ചെന്ന് രണ്ടുപേരും കാഷ്വലായിട്ട് സംസാരിക്കെല്ലാം ചെയ്യുന്നുണ്ട്. ഫുഡെല്ലാം ഓർഡർ ചെയ്ത് കുറേ നേരം അവിടെ ചിലവഴിച്ച് രണ്ടുപേരും വെളിയിലേക്ക് വരുമ്പോൾ ഹീറോയിനുള്ള ആ ഒരു ബ്രീത്തിങ് പ്രശ്നമുണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള കാര്യം ഈ സഹോദരന് ഇപ്പോൾ മനസ്സിലാവും. അപ്പോൾ അവൻ പറയും ഈ പ്രശ്നം വെച്ചിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നത്. ഇവിടെ വീശുന്ന കാറ്റിലെ ആ അഗ്നിപർവ്വതത്തിന്റെ ചില അംശങ്ങളുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ ഹീറോ അവന്റെ ഭാര്യയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവന്റെ വിവാഹ ജീവിതത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. കാരണം അവന്റെ മനസ്സിൽ ഇപ്പോഴും കാറിലുണ്ട് എന്നാണ് ആ ഭാര്യ പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഹീറോ നേരത്തെ അവളെ വിളിക്കുമ്പോൾ പറഞ്ഞിരുന്നത് നീ പഴയ കാര്യങ്ങൾ എടുത്ത് ഇടരുതെന്ന്.
അത് കാർലിന്റെ കാര്യമായിരുന്നു അവ ഉദ്ദേശിച്ചത്. അതും കൂടാതെ കാർലിന്റെ സഹോദരി സ്റ്റെഫനിയുടെ കേസിൽ ഭയങ്കര ബിസി ആയിട്ടാണ് ഹീറോ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതും അവന്റെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ അവൾക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് അവൾ എന്തായാലും ഡിവോഴ്സ് ചെയ്യാന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. ഇതിൽ എന്ത് ചെയ്യണമെന്ന് ഹീറോയ്ക്ക് ഇപ്പം അറിയത്തില്ല. ആകെ വിഷമിച്ച് നിൽക്കാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനും ഹീറോയുടെ സഹോദരനുണ്ടല്ലോ, ഇവർ രണ്ടുപേരും കുറച്ചുകൂടി നല്ല രീതിയിൽ എടുത്തിട്ട് അതിപ്പോൾ കട്ടിൽ വരെ പോയി. അപ്പോഴാണ് ഹീറോയിൻ അവനോട് പറയുന്നത്, രണ്ട് വിക്ടിംസിനും പരസ്പരം കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ എന്തായാലും നിന്റെ സഹോദരനോട് പറയാൻ പോവാണ്. അപ്പോൾ അവൻ ചോദിക്കും, എന്ത് കണക്ഷൻ? ആ ഒരു ആക്സിഡന്റ് ആണോ എന്ന് ചോദിക്കുമ്പോഴാണ് അവൾ പുതിയൊരു കാര്യം മനസ്സിലാക്കുന്നത്. രണ്ടുപേർക്കും കണക്ഷൻ ഉണ്ട്, അവർ രണ്ടുപേരും സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം ഹീറോയിൻ കണ്ടുപിടിക്കും. പക്ഷേ ഈ ആക്സിഡന്റിന്റെ കാര്യം അവൾ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോഴാണ് 15 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ആക്സിഡന്റ് കേസിൽ കോടതിയിൽ ഒരു ഹിയറിംഗ് നടക്കുന്നതായിട്ടുള്ള കാര്യം നമുക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ജെനിഫറിന്റെ ശരീരത്തിലെ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. എന്തുകൊണ്ടാണ് നീ കുടിച്ചിട്ട് മദ്യവെച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾക്കൊന്നും അറിയത്തില്ല എന്നവൾ പറയും. കാരണം വേറെ ഒന്നുമല്ല, തല നല്ലതുപോലെ ഇടിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് അമ്നേഷ്യ വന്നു. അതുകൊണ്ട് പല കാര്യങ്ങളും അവൾ മറന്നുപോയി. അതുപോലെ ആ ഒരു ആക്സിഡന്റ് നടന്നപ്പോൾ വിഗ്നസ് ആയിട്ടുള്ള ഒരേ ഒരാൾ മുള്ളറാണ്. രാവിലെ 3 മണിക്ക് തന്നെ അവൻ ആക്സിഡന്റ് നടന്ന ആ സ്ഥലത്തേക്ക് വന്നു. കൂടാതെ എമർജൻസിക്ക് കോൾ ചെയ്തതും മുള്ളർ തന്നെയാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു തരുന്നതും ഇപ്പോൾ സ്റ്റെഫനി അതേപോലെ തന്നെ മുള്ളർ ഇവർ രണ്ടുപേരും ആ ഒരു ആക്സിഡന്റ് കേസിൽ ഇൻവോൾവ് ആയവരാണ് എന്നുള്ള കാര്യം ഹീറോ എന്തുകൊണ്ടാണ് ഹീറോയിനോട് പറയാത്തതെന്ന് അവൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഹീറോയും കാരലിനും എൻഗേജ്മെന്റ് ആയിട്ടുള്ള കാര്യവും അവളോട് പറഞ്ഞിട്ടില്ല. ഈ കാര്യവും ഈ സഹോദരനിലൂടെയാണ് അവൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഹീറോ ഇല്ല. അതുമല്ല, അന്ന് നടന്ന ആ ഒരു ആക്സിഡന്റ് ഉണ്ടല്ലോ, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം ഈ കമ്പ്യൂട്ടറിൽ നിന്നും അതിൻ്റെ റിപ്പോർട്ടിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ആ കേസിലെ മെഡിക്കൽ ഫയൽ മാത്രം മിസ്സാവുന്നുണ്ട്. അപ്പോൾ അടുത്തിരിക്കുന്ന ഒരു പോലീസുകാരൻ പറയും, അവസാനമായിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തത് ഹീറോ ആണ് എന്ന് പറയുന്നത്. ഹീറോയിൻ ഇപ്പോൾ ആ ഒരു മെഡിക്കൽ എക്സാമിനർ ഉണ്ടല്ലോ അവരെ പോയി കാണും. എന്നിട്ട് മിസ്സായി പോയിട്ടുള്ള ആ ഒരു റിപ്പോർട്ട്സ് ഉണ്ടല്ലോ അത് ചോദിക്കുമ്പോൾ അവരവരുടെ ഇൻഫ്ലുവൻസ് എല്ലാം വെച്ചിട്ട് ആ ഒരു റിപ്പോർട്ട് കണ്ടുപിടിച്ച് ഹീറോയിന് കൊടുക്കും. അതിൽ ഒരു ഡോക്ടറിൻ്റെ സിഗ്നേച്ചർ ഉണ്ട്. ആ ഡോക്ടർ വേറെ ആരുമല്ല, ആ ഒരു സ്പായിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ഉണ്ടല്ലോ അയാളാണ്. ഇപ്പോൾ ഒരു ആക്സിഡന്റ് കേസിൽ ഒരു ലങ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തത് എന്നുള്ള ഒരു സംശയം ഇപ്പോഴും ഹീറോയിനുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഈ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ അവർ പറയും, അയാൾ ഇപ്പോഴാണ് ലങ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറിയത്. 15 വർഷങ്ങൾക്ക് മുന്നേ അയാൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഈ ഡോക്ടറും വായിച്ച് നോക്കുന്നുണ്ട്. കാറിലിനാണെങ്കിലും നല്ല രീതിയിൽ പരിക്ക് പറ്റി, ഉള്ളിലെ എല്ലുകളെല്ലാം പൊട്ടിയാണ് അവൾ മരണപ്പെട്ടത്. അതേപോലെ തന്നെ സ്റ്റെഫനിക്കാണെങ്കിലോ വയറിലും മറ്റൊരു ഭാഗത്തും നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. കാർ ഓടിച്ച ജെനിഫറിന് എന്ത് പരിക്കാണ് പറ്റിയതെന്ന് നോക്കുമ്പോഴാണ് മെഡിക്കൽ എക്സാമിനറിന് എന്തോ ഒരു സംശയം, എന്തോ ഒരു കാര്യം മിസ്സാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് ഒരു പഴയ ഗ്യാരേജിലേക്ക് പോകും. അവിടെ ഒരു പഴയ പൊളിഞ്ഞ കാറുണ്ട്. അതിന്റെ ഡ്രൈവർ സീറ്റിൽ ഹീറോയിനെ ഇരുത്തിയിട്ട്, ഓക്കെ ഇപ്പോൾ ഒരാൾ കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് കൺട്രോൾ ഇല്ലാതെ ഒരു മരത്തിലേക്ക് കൊണ്ടിടിച്ചു, അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് കാണിക്കാൻ പറയുമ്പോൾ ഹീറോയിൻ അതുപോലെ തന്നെ ചെയ്യുമ്പോൾ അവളുടെ വയറിലും അതേപോലെ തന്നെ താഴ്ഭാഗത്ത് നല്ലതുപോലെ പരിക്ക് പറ്റും. അതാണ് ഒരു ഡ്രൈവറിന് സംഭവിക്കേണ്ടത്. പക്ഷെ കാർ ഓടിച്ചെന്ന് പറഞ്ഞ ജെനിഫറിന് അങ്ങനെ ഒരു പരിക്ക് സംഭവിച്ചിട്ടില്ല. പകരം അത് സംഭവിച്ചത് സ്റ്റെഫനിക്കാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. ആക്സിഡന്റ് നടന്നപ്പോൾ കാർ ഓടിച്ചത് ഒരിക്കലും ജെനിഫർ അല്ല, അത് സ്റ്റെഫനിയാണ്. ഈ ആക്സിഡന്റ് നടക്കുമ്പോൾ സ്റ്റെഫനി ഒരിക്കലും ജയിലിൽ പോകരുത് എന്ന് വിചാരിച്ച ആരോ ഒരാൾ ജെനിഫർ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ജെനിഫറിനെ ആ ഒരു കാർ സീറ്റിലേക്ക് മാറ്റുമായിരുന്നു. അതാരായിരിക്കും എന്ന് നമ്മുടെ ഹീറോയിൻ ആലോചിക്കുമ്പോഴാണ് മുള്ളറിന്റെ പേര് ഓർമ്മ വരുന്നത്. കാരണം അവനാണല്ലോ സ്റ്റെഫനിയെ സ്നേഹിച്ചത്. അതുപോലെ അത് ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് ആദ്യം വന്ന ആ ഒരു വിറ്റ്നസും അവൻ തന്നെയാണ്. അപ്പോൾ അവൻ തന്നെയായിരിക്കണം ഈ കാര്യം ചെയ്തിട്ടുള്ളത്. അതും കൂടാതെ ചെയ്യാത്ത കുറ്റത്തിന് ജെനിഫർ ഇത്രയും കാലം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ടും ആ ഡോക്ടർ എന്തിനാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് സൈൻ ചെയ്ത് കൊടുത്തത് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോയിൻ ആ കാര്യം എന്തായാലും അയാളോട് തന്നെ ചോദിക്കാം. പക്ഷെ ഒരിക്കലും ഇതിനെപ്പറ്റി ഹീറോ അറിയരുത് എന്ന് ആ ഡോക്ടറിനോട് പറയുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഹീറോ ഒരുപാട് കാര്യങ്ങൾ അവളിൽ നിന്നും മറിച്ചിട്ടുണ്ട്. കൂടാതെ ഡേറ്റാബേസിൽ നിന്നും ഈ ഒരു മെഡിക്കൽ റിപ്പോർട്ട് അവൻ ആരും അറിയാതെ എടുത്തു. അതിപ്പോഴാണോ എടുത്തത് അതോ ഈ കൊലകളെല്ലാം നടക്കുന്നതിന് മുന്നേ ആണോ എടുത്തത് എന്ന് മാത്രം അറിയത്തില്ല. ഒരുപക്ഷെ ഇതിനും ചാൻസ് ഉണ്ട്. സത്യത്തിൽ ഡ്രൈവ് ചെയ്തത് ആരാണെന്ന് മനസ്സിലാക്കിയ ഹീറോ തന്നെയായിരിക്കും മുള്ളറിനെയും സ്റ്റെഫനിയെ കൊന്നിട്ടുള്ളത്. കാരണം അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴാണല്ലോ അവന്റെ കാമുകിയായിട്ടുള്ള കാർലിൻ മരണപ്പെട്ടത്. അതും ഒരു സംശയം മാത്രമാണ്, ഇനി ഉറപ്പില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ തിരിച്ച് സ്റ്റേഷനിലേക്ക് തന്നെ വരികയാണ്. അവിടെ SI ഉണ്ട്. എന്നിട്ടാണ് SIയോട് പറയുന്നത്, ആ ഒരു ആക്സിഡന്റ് കേസിൽ ഒരിക്കലും ജെനിഫർ അല്ല കുറ്റവാളി. അതേപോലെ തന്നെ സ്റ്റെഫനിയും മുള്ളറും ഇവർ രണ്ടുപേരെയും കൊല ചെയ്തത് കാർലിൻ മരിച്ചുപോയതും അതേപോലെ തന്നെ തന്റെ സഹോദരനെ കാലിൽ പരിക്ക് പറ്റിയത് കൊണ്ട് ആരോ ഒരാൾ ചെയ്തതാണ് എന്ന് മാത്രം അവളിങ്ങനെ പറയും. അതുമല്ല അവൾക്കൊരു സംശയം കൂടിയുണ്ട്,
ഇപ്പോൾ സത്യത്തിൽ ഹീറോ ഈ ഒരു കേസ് സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അതോ ഇത് റൂട്ട് മാറ്റി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള സംശയത്തിലിരിക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഹീറോ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഹീറോയിനോട് വീട്ടിലേക്ക് ചെല്ലാൻ പറയും. അങ്ങനെ ഹീറോയിൻ അവനെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹീറോ ചോദിക്കും, ഓ അപ്പോൾ ഞാനറിയാതെ കേസ് ഇപ്പോൾ അന്വേഷിക്കാനല്ലേ? അപ്പോൾ ഹീറോയിൻ പറയും, നിങ്ങൾക്ക് പല കാര്യങ്ങളൊക്കെ ഒളിപ്പിക്കാൻ അറിയാലോ, ആ മെഡിക്കൽ റിപ്പോർട്ട് എവിടെ എന്ന് തിരിച്ച് ചോദിക്കുമ്പോൾ ഹീറോ ഒട്ടും പേടിക്കാതെ ഡ്രോയറിൽ നിന്ന് ഒരു തോക്കെടുക്കുന്നു. ഇത് കണ്ട ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് പേടിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവളൊന്നും ചെയ്യുന്നില്ല, പകരം അവളെ കാറിലേക്ക് കൊണ്ടിരുത്തി ഇപ്പോൾ വേറെ എവിടേക്കോ പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും സത്യം പറയാലോ, ഈ സീൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഹീറോ തന്നെയാണ് യഥാർത്ഥ കൊലയാളിയെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഏതോ ഒരു കല്ലറയുടെ മുന്നിലേക്ക് വണ്ടി കൊണ്ട് നിർത്തിയിട്ട്, ദേ ഇത് കാർലിൻ്റെ ശവക്കല്ലറയാണ്. 15 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് പിന്നീട് എൻ്റെ വീട്ടിലാണ് അത് സെലിബ്രേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ, എൻ്റെ സഹോദരൻ കാർലിൻ, ഞങ്ങൾ 3 പേര് മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്നു. അത് കഴിഞ്ഞ് കാർലിൻ, സ്റ്റെഫനി, പിന്നെ എൻ്റെ സഹോദരൻ, ഇവർ 3 പേര് മറ്റൊരു സ്ഥലത്തേക്ക് പോവായിരുന്നു. എക്സാമിന് പഠിക്കാനുള്ളത് കൊണ്ട് ഞാനൊരിക്കലും അവരോട് പോയില്ല. കാർലിൻ മരിച്ച ആ ഒരു വിഷമം ഇപ്പോഴും എനിക്കുണ്ട്. പക്ഷേ ആക്സിഡന്റ് സംഭവിക്കാൻ കാരണം സ്റ്റെഫനിയാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നുള്ള സത്യം പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഹീറോ ഒരിക്കലും കൊലയാളിയല്ല എന്ന് ഹീറോയിന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ ഒരു ആക്സിഡന്റിലെ ബാധിക്കപ്പെട്ട ആരോ ഒരാളാണ് ഈ കൊലകൾക്കെല്ലാം കാരണം. അതാരാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജെന്നിഫറിനെ മാത്രമേ ഇവർക്ക് സംശയിക്കാൻ കഴിയത്തുള്ളൂ. കാരണം അവളാണ് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയിട്ട് ഇപ്പോൾ അടുത്തിടെയായിട്ട് ഇവിടേക്ക് വന്നത്. അവൾ വന്നതിന് ശേഷമാണ് ഈ കൊലപാതകങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. അതും കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവൾ ഇവിടെ വന്നതിന് ശേഷം അവൾക്ക് ആ ഒരു ആക്സിഡന്റ് ഓർമ്മയിൽ വന്നുവെന്നും അവൾ ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓർമ്മ വന്നപ്പോൾ ആ ആക്സിഡന്റ് സംഭവിക്കാൻ കാരണം ആരാണെന്ന് അവൾ മനസ്സിലാക്കി. അതുകൊണ്ട് ചെയ്യാത്ത കുറ്റത്തിന് അവൾ ഇത്രയും കാലം ജയിലിലും കഴിഞ്ഞു. അങ്ങനെയായിരിക്കണം അവൾ അവരെ രണ്ടുപേരെയും കൊന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ച എല്ലാ തെളിവുകളും ഇതുമായിട്ടാണ് മാച്ചായി പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഹീറോയിൻ പറയുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോൾ അടുത്ത ദിവസം 5ാമത്തെ ദിവസം ഇപ്പോൾ ഇവരൊരു നിഗമനത്തിലെത്തി. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം ജെന്നിഫറിന് ആ ഒരു ആക്സിഡന്റ് വീണ്ടും ഓർമ്മ വന്നു. അതിൽ സ്റ്റെഫനിയാണ് കാർ ഓടിച്ചെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി സ്റ്റെഫനിയെ ഈ ലേക്കിനടുത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിച്ച അവസാനം വഴക്കായിട്ട് ആ ദേഷ്യത്തിലായിരിക്കുന്ന സ്റ്റെഫനിയെ ജെന്നിഫർ കൊന്നിട്ടുള്ളത്. അതേപോലെ തന്നെ തനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ മുള്ളറിനെയും ഇതുപോലെ തന്നെ അവൾ കൊന്നു. അതുകൊണ്ട് ജെന്നിഫർ തന്നെയായിരിക്കും കൊലയാളി എന്ന് നമ്മുടെ ഹീറോയും പറയുമ്പോൾ ഇത് കേട്ട SI പറയും, ഇല്ല സാർ, ഒരിക്കലും ജെന്നിഫർ അല്ല, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നൊരു പെണ്ണല്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ജെന്നിഫറിനെ എന്തായാലും ചോദ്യം ചെയ്യണം. അതേപോലെ തന്നെ കൊല നടന്ന അന്നത്തെ ദിവസം ജെന്നിഫർ എവിടെയാണ് ഉണ്ടായിരുന്നത് എന്നറിയാൻ വേണ്ടി അവളുടെ ഫോൺ ലൊക്കേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടത് നീയാണ് എന്ന് പറഞ്ഞ് SIയെ പറഞ്ഞുവിടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ ആ ഒരു ഡോക്ടറിനെ കാണാൻ വേണ്ടി സ്പായിലേക്ക് പോകും. 15 വർഷങ്ങൾക്ക് മുന്നേ ആക്സിഡന്റ് നടന്ന അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ ഡോക്ടറാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു കേസിൽ നല്ലതുപോലെ അനലൈസ് ചെയ്യാതെ വിക്ടിം പറഞ്ഞ കാര്യം മാത്രം വെച്ചുകൊണ്ട് ആ ഒരു റിപ്പോർട്ട് റെഡിയാക്കി. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ജെന്നിഫറിന് ജയിൽ ശിക്ഷ ലഭിക്കാനുള്ള കാരണം ഇയാൾ റിപ്പോർട്ട് അതുപോലെ എഴുതി കൊടുത്തതുകൊണ്ടാണ്. ഒരുപക്ഷെ ഈ കാര്യം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഈ ഒരു ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഡോക്ടർ അതിനെപ്പറ്റി വേറെ ആരോടും പറയാതിരുന്നത്. ഇപ്പോൾ ഈ സത്യങ്ങളെല്ലാം ഹീറോയിനോട് പറയുമ്പോൾ ഹീറോയിൻ പറയും, നിങ്ങൾക്കുള്ള ശിക്ഷ ഉടനെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ ജെന്നിഫർ ഉണ്ട്. അതുപോലെ ഹീറോയിൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഒന്നും ചെയ്യാതെ 7 വർഷം ജയിലിൽ കിടന്ന പെണ്ണ് ഇപ്പോൾ വീണ്ടും ജയിലിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള ആ ഒരു വിഷമം ഹീറോയിനുണ്ട്. അപ്പോഴാണ് ഹീറോ ചോദിക്കുന്നത്, ഓക്കെ, കൊല നടന്ന അന്നത്തെ ദിവസം നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അന്നത്തെ ആ ഒരു സമയം പോലും എനിക്ക് അറിയത്തില്ല. അപ്പോഴാണ് ഹീറോ ആ ഒരു സത്യം അവളോട് പറയുന്നത്, സത്യത്തിൽ ആ ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചത് നീ കാരണമല്ല എന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടും. അങ്ങനെയാണെങ്കിൽ അത് ആരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സ്റ്റെഫനിയാണ് കാർ ഓടിച്ചത്. അതേപോലെ തന്നെ മുള്ളറാണ് നിങ്ങൾ രണ്ടുപേരെയും മാറ്റിയിരുത്തിയത്. ഇതുകൂടി കേൾക്കുമ്പോൾ അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെയായാലും ഇപ്പോൾ ആ ഒരു ആക്സിഡന്റ് അവളുടെ ഓർമ്മയിലുണ്ടെങ്കിലും അവളല്ല അത് ചെയ്തെന്നുള്ള കാര്യം അവളുടെ ഉൾ മനസ്സിൽ അവൾക്ക് തോന്നിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്ന് വിചാരിച്ചിട്ടായിരിക്കും തന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് ജെന്നിഫറിന് മനസ്സിലായി. അതുപോലെ അവൾ പറയുന്നുണ്ട്, ചെയ്യാത്ത കുറ്റത്തിന് 7 വർഷം ഞാൻ ജയിലിൽ കിടന്നു. ഇപ്പോൾ ഇതിലും എന്നെ പിടിച്ച് അകത്തിടാനാണോ നിങ്ങൾ നോക്കുന്നത്? അതുമല്ല, ഇപ്പം അങ്ങനെ അവരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ, നിനക്കും നിന്റെ സഹോദരനും അത് ചെയ്യാൻ കഴിയും. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് അവൾ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ജെന്നിഫർ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എന്തായാലും ജെന്നിഫർ അല്ല കൊലയാളി എന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയോ മിസ് ചെയ്യുന്നുണ്ട് എന്ന് ഹീറോയും പറയുന്നതും, ഓക്കെ, നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിയിലാണെന്ന് എടുത്ത ആ വീഡിയോയിലെ ആക്സിഡന്റിന് മുന്നേ സംഭവിച്ച ആ ഒരു വീഡിയോ ഇവർ രണ്ടുപേരും ചേർന്ന് നിന്ന് കാണുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ആ വീഡിയോയിൽ കാർലിൻ, സ്റ്റെഫനി, ജെന്നിഫർ, ഹീറോയുടെ സഹോദരൻ ഇവരെല്ലാവരും ഉണ്ട്. അതുമല്ല ആ വീഡിയോയിൽ തന്നെ നീ ഈ പാർട്ടി മിസ് ചെയ്തു ബ്രൂണോ എന്ന് ഹീറോയോട് അവർ പറയുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിന് അതിലൊരു കാര്യം മനസ്സിലാകുന്നത്. ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ കാർലിൻ ഒരിക്കലും ഒരു സ്കാർഫ് ഇട്ടിരുന്നില്ല. പക്ഷേ ഈ ആക്സിഡന്റ് സംഭവിച്ച് കിടക്കുമ്പോഴത്തേക്കും അവിടെ അവൾക്ക് ആ ഒരു സ്കാർഫ് ഉണ്ട്. അപ്പോൾ ഹീറോ പറയും, കാർലിന് ഇതുപോലെ ഒരു സ്കാർഫ് ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ കണ്ടില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ആ സ്കാർഫ് ആരെങ്കിലും അവൾക്ക് കൊടുത്തതായിരിക്കും. ഇപ്പൊ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ജെനിഫറിനോട് ആ ഒരു സ്കാർഫിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അന്ന് കാർലിന് നല്ല തണുപ്പാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കാറിൽ ഇടവില്ല, അതുകൊണ്ട് ഞാൻ നടന്നു പോവാന്ന് പറഞ്ഞ നിന്റെ സഹോദരൻ എനിക്ക് ഓർമ്മയുണ്ട്. എന്ത്, കാറിൽ ഇടയില്ലെന്നോ? അങ്ങനെയാണെങ്കിൽ നാലാമതൊരാള് ആ കാറിലുണ്ടായിരിക്കണം. ആ ഒരാളാണ് സ്കാർഫ് കാർലിന് കൊടുത്തിട്ടുള്ളത്. അതാരായിരിക്കും എന്നുള്ള സംശയത്തിൽ ഹീറോയിൻ വീണ്ടും ആ ഒരു പാർട്ടി വീഡിയോ ഉണ്ടല്ലോ പിന്നെ പ്ലേ ചെയ്ത് നോക്കുന്നു. അങ്ങനെ എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൽ ഇവരുടെ പിറകില് ഒരു പയ്യൻ ആ ഒരു പച്ച സ്കാർഫ് ഇരിക്കുകയാണ്. അല്ല, ഇതാരാണെന്നറിയോ എന്ന് ജെനിഫറിനോട് ചോദിക്കുമ്പോൾ ജെനിഫർ പറയും, അത് ഒലിവറാണ്. അവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ SI. അവൻ ആ സമയത്ത് ടീനേജർ ആയതുകൊണ്ട് നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ കാർലിന്റെ ഫ്രണ്ട് ഗ്രൂപ്പിൽ ഒരിക്കലും അവനില്ല. ചിലപ്പോൾ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ അവനെ അവർ കൊണ്ടുപോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ കാർലിന്റെ കഴുത്തിൽ ആ ഒരു ഗ്രീൻ സ്കാർഫ് എങ്ങനെയാണ് വന്നെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അതുമല്ല, ഇതുവരെയും ആ ഒരു ആക്സിഡന്റിൽ അവനുണ്ടായിരുന്നുള്ള കാര്യം ഒരിക്കലും അവൻ മറ്റാരോടും പറഞ്ഞിട്ടില്ല. അതുപോലെ ഇപ്പൊ അന്വേഷിക്കുമ്പോൾ അവ സ്റ്റേഷനിലും ഇല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാം വെച്ച് നോക്കുമ്പോൾ SI തന്നെ ആയിരിക്കണം യഥാർത്ഥ കൊലയാളി. പക്ഷെ അതിനുള്ള കാരണം എന്താണ്, അതാണ് ഇവർക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹീറോ പറയും, പക്ഷേ മുള്ളർ കൊല ചെയ്ത അന്നത്തെ ദിവസം SI സ്റ്റേഷനിലുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഹീറോയും പറയും, ഒരിക്കലുമില്ല, അവന്റെ സഹോദരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ലീവ് ചോദിച്ച് അവൻ ഇവിടെ നിന്ന് പോയിരുന്നു. അങ്ങനെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി SIയുടെ സഹോദരി ഇവർ രണ്ടുപേരും പോയി കണ്ടിട്ട് എന്തെങ്കിലും ചെക്കപ്പ് ആ ഒരു ദിവസം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ചെക്കപ്പേ ഇല്ലാന്ന് അവർ പറയും. അങ്ങനെയാണെങ്കിൽ SI കള്ളം പറഞ്ഞു എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് രണ്ടുപേരും പോകുന്നത് SIയുടെ വീട്ടിലേക്കാണ്. പക്ഷെ അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ, അവൻ ഇവിടെ ഇല്ലാന്ന് പറയും. അപ്പോൾ ഹീറോയിൻ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ആ അമ്മയോട് ചോദിക്കും, ഞാനിന്ന് ബാത്റൂം യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് വീടിനകത്തേക്ക് കയറും. അവിടെ ചെല്ലുമ്പോഴാണ് SIയുടെ റൂമിൽ ജെനിഫർ എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ ഇരിക്കുന്നു. അപ്പോൾ അതെടുത്ത് ഹീറോയിൻ വെളിയിലേക്ക് വരുന്നതും അത് നമ്മുടെ SI ജെനിഫറിന് വേണ്ടി എഴുതിയൊരു ലെറ്ററാണ്. 15 വർഷങ്ങൾക്ക് മുന്നേ മുള്ളറും സ്റ്റെഫനിയും ആ ഒരു ആക്സിഡന്റ് കേസിൽ ജെനിഫറിനെ കുറ്റക്കാരിയാക്കി മാറ്റിയ കാര്യം നമ്മുടെ SIക്കും അറിയാം. അതുകൊണ്ട് തന്നെ സത്യം പറയാൻ വേണ്ടി മുള്ളറിനോട് SI ആ സമയത്ത് തന്നെ സംസാരിച്ചിരുന്നു. പക്ഷെ അവനൊരു ടീനേജർ പയ്യനായതുകൊണ്ട് തന്നെ മുള്ളർ അവനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിടുമായിരുന്നു. അതുമല്ല, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ജെനിഫർ തിരിച്ചും തൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെ വരുമ്പോൾ എല്ലാവരും അവളെ കളിയാക്കി, എല്ലാവരും അവളെ വെറുക്കുന്നത് കാരണം ഇത് കണ്ട SIക്ക് അതൊരിക്കലും സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൻ സ്നേഹിക്കുന്നൊരു പെൺകുട്ടിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ സത്യം വെളിയിലേക്ക് കൊണ്ടുവന്ന് ജെനിഫറിനെ എല്ലാവരുടെ മുന്നിൽ അവളുടെ തെറ്റെല്ലാം തീർത്തണം. ഇതിനു വേണ്ടിയിട്ട് SI ചെയ്ത കാര്യങ്ങളാണ് ഇപ്പൊ ഈ രീതിയിൽ മാറി വന്നിട്ടുള്ളത്. അതുമല്ല, തെറ്റ് ചെയ്യുന്നവരെ ആ നദി വീഴുങ്ങും എന്നുള്ള ആ ഒരു കഥ കേട്ടാണ് SIയും വളർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്റ്റെഫനീനെയും മുള്ളറിനെയും അവിടെ വെച്ച് അവൻ കൊന്നതും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ശേഷം ആ SI കൊല്ലാൻ പോകുന്നത് ആ ഡോക്ടറിനെ തന്നെ ആയിരിക്കും. കാരണം അയാളും ഇതിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് തന്നെ കോടതിയിൽ സത്യം പറയാൻ വേണ്ടി ആ ഡോക്ടറിനോടും SI പറഞ്ഞിരുന്നു. പക്ഷേ അയാളുടെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള പേടിയിൽ അയാളത് മാറ്റി പറയുമായിരുന്നു. അതും കൂടാതെ നീ പറയുന്നത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ള അഹങ്കാരത്തോടെയാണ് ആ ഡോക്ടർ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഹീറോയിൻ ഇപ്പോൾ പെട്ടെന്ന് സ്പായിലേക്ക് വിളിച്ചിട്ട് ഈ ഡോക്ടർ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ SI വന്ന് അയാളെ കൊണ്ടുപോയി എന്നുള്ള കാര്യം അവർ പറയും. അങ്ങനെയാണെങ്കിൽ ആ ലേക്കിനടുത്ത് വെച്ച് തന്നെ ആയിരിക്കും അയാളെ കൊല്ലാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും അവിടേക്ക് പോകുന്നു. കാണിക്കുമ്പോൾ നമ്മുടെ ഡോക്ടറിനെ ആ SI ഡെവിൾസ് ചെയർ ഉണ്ടല്ലോ അതിനടുത്ത് കൈ കെട്ടിയിട്ട് ഒരു കല്ലെടുത്ത് ഡോക്ടറിന്റെ തലയിലേക്ക് അടിക്കാനായിട്ട് ഇങ്ങനെ ഊങ്ങുന്നതും ഹീറോയിനും അവിടേക്ക് വന്ന് അവരുടെ തോക്ക് കാണിച്ചിട്ട് SIയോട് കല്ല് താഴെയിടാൻ പറയും. അപ്പോൾ SI പറയും, ഇല്ല, ഇവരെല്ലാവരും ചെയ്ത തെറ്റിന് അവർ ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ എന്ന് പറയുമ്പോഴാണ് സ്റ്റെഫനിയെ ഈ SI എങ്ങനെയാണ് കൊന്നെന്നുള്ള കാര്യം നമുക്ക് കാണിച്ചു തരുന്നത്. SI പറഞ്ഞിട്ട് തന്നെയാണ് സ്റ്റെഫനി ഇവിടേക്ക് വന്നത്. എന്നിട്ട് ജെനിഫറിന്റെ കാര്യത്തിൽ നീ സത്യം പറയണം എന്ന് അവളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൾ പറയും, എൻ്റെ സഹോദരി മരിക്കാൻ കാരണം ഞാനാണെന്ന് എൻ്റെ പേരൻസിന് പോലും അറിയത്തില്ല, അതുകൊണ്ട് ആരും ഇത് മനസ്സിലാക്കണ്ടെന്ന് പറഞ്ഞ് ഇത്രയും വർഷത്തിന് ശേഷം ജെനിഫറിന് വേണ്ടി SI ഇങ്ങനെ കെഞ്ചുന്നത് കാണുമ്പോൾ അവൻ അവൾ കളിയാക്കുക കൂടി ചെയ്യുന്നുണ്ട്. ആ ദേഷ്യത്തിലാണ് നമ്മുടെ SI അവളുടെ തലയിലേക്ക് ഒരു കല്ലെടുത്തിരിച്ച് സ്റ്റെഫനിയെ അവിടെ വെച്ച് കൊന്നത്. നമ്മുടെ SI ചിന്തിച്ചത് വേറൊന്നുമല്ല, തെറ്റ് ചെയ്തവരെ ശിക്ഷ അനുഭവിക്കണം, അതേപോലെ തന്നെ ജെനിഫർ സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതുമാത്രമാണ് നമ്മുടെ SI ആഗ്രഹിച്ചത്. അല്ലാതെ മറ്റുള്ളവരെ കൊല്ലണമെന്ന് SI ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് കരയാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പുറകിലോടെ ചെന്ന് അവൻ്റെ കയ്യിൽ വിലങ്ങിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം 6ാമത്തെ ദിവസം കേസ് ഇവിടെ അവസാനിച്ചു.
ഹീറോയും അവന്റെ ഭാര്യയ്ക്കും ഡിവോഴ്സ് ലെറ്റർ കിട്ടി രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയാൻ പോവാണ്. ഇപ്പോഴാണ് ഇവർ രണ്ടുപേരും സ്വതന്ത്രരായത്. അതേപോലെ തന്നെ ഹീറോ ഇവിടെ നിന്നും ട്രാൻസ്ഫർ ആയിട്ട് മറ്റൊരു നാട്ടിൽ ജോയിൻ ചെയ്യുന്നു. അതുമല്ല, അവിടെ ഹീറോയ്ക്ക് സഹായത്തിനായിട്ട് നമ്മുടെ ഹീറോയിനെ തന്നെയാണ് അവർ അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ മൂവിയുടെ ക്ലൈമാക്സിൽ കാണിക്കുമ്പോൾ ഹീറോയും ഹീറോയിനും ഒരു പാരാഗ്ലൈഡിങ് ചെയ്യുന്ന സ്ഥലത്താണുള്ളത്. അവിടെ ഹീറോയുടെ സഹോദരനുണ്ട്. വേറെ ഒന്നുമല്ല, ഇവിടെ നിങ്ങൾ വിചാരിച്ചതുപോലെ ഹീറോയിനും അല്ല ഒന്നിച്ചത്, ഹീറോയുടെ സഹോദരനും ഹീറോയിനാണ് ഒന്നിച്ചത്. അങ്ങനെ ഇവർ രണ്ടുപേരും പാരാഗ്ലൈഡിങ്ങിൽ പറന്ന് മുകളിലേക്ക് പോകുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിച്ചു. ഓക്കെ, എന്നെപ്പോലെ തന്നെ എത്ര പേര് ചിന്തിച്ചു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഞാനിടയ്ക്ക് ചിന്തിച്ചത് യഥാർത്ഥ കൊലയാളി ഹീറോയുടെ സഹോദരനായിരിക്കും. ഒരുപക്ഷെ അവന് കാലിന് സ്വാധീനമുണ്ട്. ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് അതെല്ലാം ശരിയായി. എന്നിട്ട് ഇത്രയും കാലം അവൻ മറ്റുള്ളവരിൽ നിന്നും അത് മറയ്ക്കുമായിരുന്നു എന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചു. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതുമായിരിക്കും. ബൈ.